ഇടുക്കി ഉപ്പുതുറ ചപ്പാത്തിൽ പുലിയിറങ്ങി. ഇന്നലെ രാത്രിയിൽ ഒരു വീട്ടിലെ 2 ആടുകളെ പുലി ആക്രമിച്ചു. ജനവാസ മേഖലയിലൂടെ പുലി നടക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ജോസിൽ ചേരുന്നു. ജോസിൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമ്മി, ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ചപ്പാത്ത് വള്ളക്കടവിൽ വെച്ച് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ റോഡിൽ നിൽക്കുന്ന പുലിയെ ആദ്യം കാണുന്നത്. അദ്ദേഹം സമീപവാസിയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അവർ ഒരു പരിശോധന നടത്തിയപ്പോൾ ഈ പുലി ഈ തേയിലക്കാട്ടിലേക്ക് ചാടിപ്പോകുന്നതാണ് ആദ്യം കണ്ടത്. അതിനുശേഷം ഒരു 11 മണിയോടുകൂടിയാണ് ഈ പുതുവലിൽ കോട്ടവിള ഫിലിപ്പോസിൻ്റെ 2 ആടുകളെ ഈ പുലി ആക്രമിക്കുന്നത്. ആടുകളുടെ കരച്ചിൽ കേട്ട് അവർ പുറത്തിറങ്ങി ഒച്ച വെച്ചപ്പോഴത്തേക്കും പുലി അവിടെ നിന്നും പോകുകയായിരുന്നു. പിന്നീട് ഇവരുടെ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഈ പുലിയുടെ സാന്നിധ്യം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 6 മാസങ്ങൾക്ക് മുമ്പും ഈ പ്രദേശത്ത് ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യം ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അന്നും ഈ വളർത്തുമൃഗങ്ങളെ അടക്കം ഈ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം വനം വകുപ്പ് അവിടെ ക്യാമറയും അതുപോലെ തന്നെ കൂടും ഒക്കെ സ്ഥാപിച്ചെങ്കിലും ഈ പുലിയെ കണ്ടെത്തുവാനോ അല്ലെങ്കിൽ ഈ കൂടിനുള്ളിൽ പുലി കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പിന്നീട് വനം വകുപ്പ് ഈ ജനങ്ങളോട് പറഞ്ഞിരുന്നത് ഇത് പൂച്ചപ്പുലിയാണ് എന്നൊക്കെയാണ്. എന്നാൽ ഏതായാലും ഇപ്പോൾ വീണ്ടും കൃത്യമായി CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ പുലിയുടെ സാന്നിധ്യം ആ മേഖലയിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ പ്രദേശത്ത് നേരത്തെ കരടിയുടെ സാന്നിധ്യം അടക്കം ജനങ്ങൾ പറഞ്ഞിരുന്നതാണ്. ഏതായാലും ഈ വനം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഏതായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയാണ്. ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള വന്യമൃഗ ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നേരത്തെ ഈ പീരുമേട് MLA വാഴൂർ സോമൻ, അതുപോലെ തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി CV വർഗീസ് അടക്കമുള്ള ആളുകൾ കേരള മുഖ്യമന്ത്രിയെ അടക്കം നേരിട്ട് കണ്ട് ഈ വന്യമൃഗ ശല്യങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കണമെന്ന ആവശ്യം മുമ്പോട്ട് വെച്ചത്. ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ഈ കാട്ടാനയുടെയും അതുപോലെ തന്നെ പുലിയുടെയും കാട്ടുപോത്ത്, കരടി അടക്കമുള്ള വിവിധ മൃഗങ്ങളുടെ ശല്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം എന്നാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ആവശ്യമുയരുന്നത്. ഷമ്മി, ജോസിൽ, മലയോര മേഖലയിൽ മാത്രമല്ല, തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷനിൽ പോലും ഇപ്പോൾ പന്നിശല്യം വളരെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാട്ടുമൃഗങ്ങളും നഗരങ്ങളിലേക്ക് അടക്കം വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വലിയ നിയമനിർമ്മാണം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. കാരണം ഈ മൃഗങ്ങളെ ഇങ്ങനെ സ്വൈര്യവികാരം നടത്താൻ അനുവദിച്ചു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യൻ്റെ ജീവിതം ദുസ്സഹമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ മൃഗങ്ങളെ കൊല്ലാൻ പറ്റില്ല, അത് എന്ത് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ അതിനെതിരെ എന്തെങ്കിലും, ഈ മൃഗങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അവർക്കെതിരെ വലിയ തോതിൽ കേസും മറ്റും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഈ പുലി ഇറങ്ങിയ ഒരു സാഹചര്യത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പരിക്ക്, മനുഷ്യർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആപത്തുണ്ടായിട്ടുണ്ടോ? ഷമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വന്യജീവി സംരക്ഷണ നിയമത്തിൽ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഈ സംരക്ഷണ നിയമത്തിൽ കാതലായ ഒരു മാറ്റം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇതിൽ ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. അത് മാറ്റം കൊണ്ടുവരണം എന്നുള്ളതാണ് ഇടതുപക്ഷം, സംസ്ഥാന സർക്കാർ അടക്കം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ വനമേഖലയ്ക്ക് താങ്ങാവുന്നതിലും അധികം വന്യജീവികൾ ഇന്ന് കേരളത്തിലെ കാടുകളിലുണ്ട്. അത് ആനയുടെ കണക്കെടുക്കുമ്പോഴാണെങ്കിലും മറ്റു വന്യജീവികളുടെ കണക്കെടുക്കുമ്പോഴാണെങ്കിലും കേരളത്തിൻ്റെ വനമേഖലയ്ക്ക് താങ്ങാവുന്നതിലധികം കാട്ടാനകളും മറ്റ് വന്യമൃഗങ്ങളും ഇപ്പോൾ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ വംശവർദ്ധനവ് തടയാനുള്ള ഒരു സംവിധാനവും മറ്റ് വികസിത രാജ്യങ്ങളിൽ ഒരു പരിധിക്കപ്പുറം ഇതിൻ്റെ വംശവർദ്ധനവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കുവാൻ കൊന്നൊടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഒരു വന്യമൃഗത്തെ പോലും കൊല്ലുവാനോ അതിൻ്റെ വർദ്ധനവ് തടയുന്നതിന് ഒരു സംവിധാനമില്ല. അത്തരത്തിൽ അത് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർദ്ധനവ് ഉണ്ടാകുന്നതോടുകൂടി തന്നെ ഇതിൻ്റെ ആവാസ മേഖലയിൽ ഇതിനാവശ്യമായ തീറ്റയോ അതുപോലെ തന്നെ കുടിവെള്ളവും ഒന്നും ലഭിക്കാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ ജനവാസ മേഖലയിലേക്ക്, തീറ്റയും വെള്ളവും തേടിയാണ് ജനവാസ മേഖലയിലേക്ക് ഇതിൻ്റെ അനിയന്ത്രിതമായി വംശവർദ്ധനയെ തുടർന്ന് അത് ജനവാസ മേഖലയിലേക്ക് തീറ്റയും വെള്ളവും തേടി ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഒന്നെങ്കിൽ ഈ പ്രദേശത്ത് നേരത്തെ ഇപ്പോൾ യൂക്കാലി അടക്കമുള്ള മറ്റ് ഇതുങ്ങൾക്ക് ഭക്ഷിക്കാൻ പറ്റുന്നില്ലാത്ത പല മൃഗങ്ങളും വൃക്ഷങ്ങളടക്കം നട്ടു വളർത്തിയതുകൊണ്ട് ഇതിൻ്റെ ആവാസ മേഖലയിൽ ആവശ്യമായ തീറ്റയില്ലാത്തൊരു
സാഹചര്യമുണ്ട്. നേരത്തെ വനംവകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ നിയമസഭയിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മൃഗങ്ങൾക്ക് ആവശ്യമായ തീറ്റയും അതുപോലെ തന്നെ കുടിവെള്ളം അടക്കമുള്ള തടാകങ്ങളടക്കം വനത്തിനുള്ളിൽ നിർമ്മിക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു ശ്രമം ഒരു വശത്തോട് നടക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ അനിയന്ത്രിതമായ വംശവർദ്ധനവ് നിയന്ത്രിക്കാനുള്ള സംവിധാനം കൂടി ഉണ്ടാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ വനാതിർത്തി മേഖലയിൽ, ഇപ്പം വനാതിർത്തി മേഖലയിൽ മാത്രമല്ല, ഇപ്പോൾ തൊടുപുഴ മേഖലയിലേക്ക് പോലും ഈ ഇത്തരത്തിലുള്ള വന്യമൃഗ ശല്യങ്ങൾ, ഈ ഷമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാട്ടുപന്നിയുടെ വളരെ വലിയ ശല്യമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ കാട്ടുപന്നി, അതുപോലെ കുരങ്ങ് അടക്കമുള്ള പുലിയുടെ സാന്നിധ്യം പോലും ലോ റേഞ്ച് മേഖലയിലേക്ക് വരെ ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. ഇതിനെല്ലാം പരിഹാരം ഉണ്ടാകണമെങ്കിൽ വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാതലായ മാറ്റം ഉണ്ടാകണം. ഷമി, തീർച്ചയായും ജോസിലാണ് ഇടുക്കിയിലെ വന്യമൃഗ ശല്യത്തെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയത്.